ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ പല മുഖങ്ങളാണ്. ഈ പ്രൊഫസറിന്റെ വീഡിയോ പലരും കണ്ടു കാണും. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, വളരെ നന്നായി. കാര്യം ക്ലാസ്സിലിരിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ തീവ്രവാദി എന്ന് ക്ലാസ്സിൽ വെച്ച് ഈ പ്രൊഫസർ വിളിക്കുകയാണ്. എന്തൊരു നാണക്കേടാണ്, എന്തൊരു രാജ്യദ്രോഹമാണ്, എന്തൊരു മതസൗഹാർദ്ദ വിരുദ്ധമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഓർക്കുക, പഠിപ്പിക്കുന്ന അധ്യാപകൻ വിദ്യാർത്ഥിയെ കാര്യമൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നപ്പോൾ ഒരു ടെററിസ്റ്റ് ആണെന്ന് വിളിക്കുകയാണ്. എനിക്ക് സന്തോഷം, റിപ്പബ്ലിക് അടക്കമുള്ള വലതോട്ട് ചാഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ പ്രൊഫസർക്കെതിരെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്. ഇത് മറ്റൊരു വീഡിയോ ആണ്. ഈ രണ്ട് വീഡിയോ ഞാൻ കാണിക്കാം. ഈ രണ്ട് വീഡിയോ കണ്ടു കാണും. ഇത് BJP-യുടെ മാധവി എന്ന് പറയുന്ന നേതാവാണ്. അവരൊരു എയർപോർട്ടിനുള്ളിൽ കയറി അവിടെ മുസ്ലിം സ്ത്രീകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോയി വലിയ രീതിയിൽ ബഹളം വെച്ച് മന്ത്രോച്ചാരണത്തോടെ പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥ ഭക്തിയോടെ മന്ത്രോച്ചാരണത്തോടെ പ്രാർത്ഥിച്ചാൽ ആർക്കും എതിരുണ്ടാകില്ല. പകരം പ്രശ്നമുണ്ടാക്കാനും അലമ്പുണ്ടാക്കാനും വേണ്ടി പോവുകയാണ്. നമ്മുടെ മന്ത്രങ്ങളെയും സൂക്തങ്ങളെയും പ്രാർത്ഥനയും ഒക്കെ വർഗീയതയ്ക്കും വിദ്വേഷത്തിനും അപരമത വിദ്വേഷത്തിനും ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് മഹാത്മാഗാന്ധിയെ അപമാനിക്കലാണ്, ശ്രീനാരായണ ഗുരുദേവനെ അപമാനിക്കലാണ്, വിവേകാനന്ദ സ്വാമിയെ അപമാനിക്കലാണ്. അപ്പൊ ഇവരാണ് കഴിഞ്ഞ വർഷം ഒരു മുസ്ലിം പള്ളിക്ക് നേരെ വില്ലു കുലച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ഒന്ന് വലിയ വിവാദമായത്. ഇത് കാണിക്കുന്നത് വൃത്തികേടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലാണ് നമ്മുടെ മതസൗഹാർദ്ദവും രാജ്യസ്നേഹവും ഇരിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന അലമ്പാണ് എന്ന് നമുക്ക് മനസ്സിലാകണം. ഇങ്ങനെ അലമ്പ് കാണിക്കുന്നവരെ നമ്മൾ ഒരു കാരണവശാലും അനുകൂലിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യവും ആർജവവും നമുക്ക് വേണം. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രക്സ്. നമുക്ക് അവരുടെ ഒരു വീഡിയോയും കൂടെ നോക്കാം. എയർപോർട്ടിൽ ഈ റൂമിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയുന്നറിയോ? അയ്യോ, എനിക്ക് പ്രാർത്ഥിക്കണ്ടേ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയല്ലേ. ഇത് ഏതുപോലെയാണെന്നറിയാമോ? രഹന ഫാത്തിമ ശബരിമലയിൽ അതിക്രമിച്ച് കയറി അല്ലെങ്കിൽ നുഴഞ്ഞു കയറി അയ്യപ്പനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന പോലെയാണ്. ബിന്ദു അമ്മിണിയും കനകദുർഗയും ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് വന്നിട്ട് പറയുന്ന പോലെയാണ്. ഇവര് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് വരുന്നത്. കനകദുർഗയും ബിന്ദു അമ്മിണിയും അല്ലെങ്കിൽ രഹന ഫാത്തിമയും ഒക്കെ തീവ്ര ലെഫ്റ്റ് അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷം, അൾട്രാ ലെഫ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അർബൻ നക്സൽ എന്ന് പറയുന്ന ലെവലിൽ വരുന്നതാണെങ്കിൽ ഇവർ അർബൻ നാസി ലെവലിൽ പോകുന്നതാണ്. ചെന്നിട്ട് വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞു പോകും. പക്ഷെ പ്രാർത്ഥിക്കാനൊന്നുമല്ല, അവിടെ ഇരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരെ അവിടെ ചെന്ന് മെഡിറ്റേറ്റീവായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. കാര്യം നമ്മുടെ എയർപോർട്ടുകളിലെല്ലാം പ്രെയർ റൂം ഉണ്ട്. കൂടുതലും മുസ്ലിങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പം ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാറുണ്ട്, ഹിന്ദുക്കൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, അവിടെ ചെന്ന് സൈലന്റായി മെഡിറ്റേറ്റീവ് ആയിട്ടിരിക്കണം. കാര്യം വ്യത്യസ്ത ഇതിലുള്ള ആൾക്കാർ വരുന്നതല്ലേ. അവിടെ ചെന്ന് പരമാവധി ബഹളം വെച്ച് ഇത് ചെയ്യുന്നത് മന്ത്രങ്ങളോടുള്ള താല്പര്യമോ ഹിന്ദു ദേവി ദേവന്മാരോടുള്ള താല്പര്യമൊന്നുമില്ല, വെറുതെ അലമ്പുക എന്നുള്ളത് മാത്രമാണ്. ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? കണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയ്ക്കെതിരെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഇവിടെ വാളെടുക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യും. കള്ളം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മളെ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം നമുക്ക് വേണം. വെറും അലമ്പാണ് ഈ അലമ്പ് കാണിക്കുന്നത്. ഹിന്ദുക്കളോടുള്ള അധിക്ഷേപമാണ്, മുസ്ലിങ്ങളോടുള്ള അധിക്ഷേപമാണ്, വിശ്വാസങ്ങളോടുള്ള അധിക്ഷേപമാണ്. പരമാവധി ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് മൈലേജ് ഉണ്ടാക്കുക എന്നൊരു ദുരുദ്ദേശം മാത്രമാണ് ഇവർക്കുള്ളത്. ഇതുപോലത്തെ ആൾക്കാരെ നമുക്ക് തെള്ളാൻ കഴിയണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ ശരിയല്ല, ഇവർ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ ഇവരാണ് കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു മോസ്കിന് നേരെ, അതും കൂടെ ആ പശ്ചാത്തലമൊക്കെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവും. ഇത് കഴിഞ്ഞ തവണ ഇവര് ഒരു പ്രൊസഷനായിട്ട് പോവാണ്. പ്രൊസഷനായിട്ട് പോകുമ്പോൾ ഒരു മുസ്ലിം പള്ളിക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഇവരിങ്ങനെ വില്ല് കൊലച്ച് അത് നശിപ്പിക്കും എന്ന് കാണിക്കുകയാണ്. നാളെ നമ്മുടെ അമ്പലത്തിന് നേരെ അങ്ങനെ ഒരാൾ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും? നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് ഒരാൾ വില്ല് കൊലയ്ക്കുകയോ അല്ലെങ്കിൽ തോക്കുകൊണ്ടോ മറ്റോ വെടികൊണ്ട് ഇത് അല്ലെങ്കിൽ ഒരു ആയുധം കൊണ്ട് ഇങ്ങനെ ആക്രമിക്കും എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടും? അപ്പൊ എന്തിനാണ് ഈ പ്രകോപനം? ഈ വൃത്തികെട്ട പരിപാടിയാണ് ഈ BJP-യിലെ തീവ്ര വലതുപക്ഷം. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഈ തീവ്ര വലതുപക്ഷം ചെയ്തുകൂടാത്തത് അത് വൃത്തികേടാണ്, ദേശവിരുദ്ധമാണ്. നമുക്ക് മറ്റേ വീഡിയോയും കൂടെ, ആ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്ന വീഡിയോ, അവിടെ ക്ലാസ് ഇരിക്കുന്ന ഒരു മുസ്ലിം പയ്യനെ ഒരു പ്രൊഫസർ ടെററിസ്റ്റ് എന്ന് വിളിക്കുകയാണ്. എന്തർത്ഥത്തിലാണ്? ഒരർത്ഥത്തിലുമല്ല.
ഇവിടെയാണ് നമ്മുടെ നാടിന്റെ എന്തായാലും നന്നായി ബാംഗ്ലൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്യുന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാര്യം ഇങ്ങനത്തെ പ്രോസസ്സ് നമ്മുടെ നാടിന് നാണക്കേടാണ്. നമ്മുടെ രാജ്യത്തിന്റെ നന്മയും മറ്റുമൊക്കെ ഇല്ലാതാക്കുന്നവരാണ് ഇവർ. ഞാൻ ആ വീഡിയോയും കൂടെ ഞാൻ എടുക്കാം. വളരെ എനിക്കതൊക്കെ കാണുമ്പോഴേ നമുക്ക് ദേഷ്യം, ഒരു കാര്യമില്ലാതെ നമ്മുടെ ആൾക്കാർ ചെയ്യുകയാണ്. ആ പ്രൊഫസറുടെ വീഡിയോ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ I call you terrorist. അവിടെ ഇരിക്കുന്ന ഹിന്ദു കുട്ടികളാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതാണ് നമ്മൾ നല്ല ഹിന്ദുക്കൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പ്രൊഫസർ, പീപ്പിൾ ലൈക്ക് യു കോസ്ഡ് ഇറാൻ വാർ. നിന്നെ പോലുള്ള ആൾക്കാരാണ് ഇറാൻ വാർ കോസ് ചെയ്യുന്നത്. എന്തൊരു മണ്ടനാണ് ഇയാൾ. അതായത് ഇറാൻ വാർ യഥാർത്ഥത്തിൽ കോസ് ചെയ്ത് അമേരിക്കയല്ലേ, അല്ലെങ്കിൽ ഇസ്രായേലിലെ വാറാങ്കിരി ആൾക്കാരല്ലേ? ആ മുസ്ലിം ചെറുപ്പക്കാരനെ കുറ്റം പറഞ്ഞത് എന്താ കാര്യം? നിന്നെ പോലുള്ളവരാണ് PES പ്രൊഫസർ, എന്നിട്ട് നീ ഒരു ടെററിസ്റ്റ് ആണ്, ഇഡിയറ്റ് ആണ് എന്നൊരു BBA ക്ലാസ്സിൽ പറയുകയാണ്. അതിശക്തമായ നടപടികൾ എടുക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് മോങ്കേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടാകരുത്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമോഫോബിയയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഈ ഹെയ്റ്റ് മാറ്റേണ്ടത് രണ്ടാമത് മാത്രമേ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളൂ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ളൂ. ഒന്നാമത് ഈ ഹെയ്റ്റ് നമ്മളെ കാർന്ന് തിന്നുന്ന ക്യാൻസറാണ്, നമ്മളെ ഇല്ലാതാക്കുന്ന ക്യാൻസറാണ്. ആ ക്യാൻസറിന്റെ ഒരു വിക്റ്റിമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഈ ഗോഡ്സേവാദികളെ ഒരു കാരണവശാലും ഈ ഹെയ്റ്റ് പടർത്താൻ നമ്മൾ അനുവദിക്കരുത്. ജയ് ഹിന്ദ്.